എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അത്യധികമായി ആഗ്രഹിക്കുന്നവനായ ആയുസ്സിൻ്റെ ഉടയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്നോട് ചേരുന്നതാണ് ഞങ്ങളുടെ ആയുസ്സിൻ്റെ സന്തോഷവും സായുജ്യവുമെന്ന് എല്ലായ്പ്പോഴും ഓർക്കുവാനും അങ്ങനെ ആയിരിക്കുവാനും നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. നീ ഈ ജീവിതം ഞങ്ങൾക്ക് നൽകിയത് നന്നായി എന്ന് അങ്ങയ്ക്ക് തോന്നത്തക്കവണ്ണവും മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണവും ഞങ്ങൾക്ക് സംതൃപ്തി ലഭിക്കത്തക്കവണ്ണവും ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ നാളുകളെ ബുദ്ധിയോടുകൂടി എണ്ണി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അതിനെ ഈ കൂടിവരവ് മുഖാന്തരമാക്കണം. ബലഹീനനായ ഇടിയൻ്റെ വായിലെ വാക്കുകൾ നിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങക്ക് സ്വീകാര്യവും പ്രസാദകരവുമായിരിക്കുകയും ചെയ്യണമേ. നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങൾ ഇവിടെ ജീവിതം ഒരു അന്വേഷണത്തിന് വിധേയമാക്കി ഈ വചന കൂടാരത്തിൽ സംബന്ധിക്കുവാനിടയായത് എത്രയോ സന്തോഷകരമായിട്ടുള്ള കാര്യം. കേൾക്കുന്നില്ല? പോയിന്റ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ശബ്ദം കുറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് സാരമുള്ളത്. നമ്മളിവിടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു. അത് നമ്മുടെ ഒരു അച്ഛനുണ്ടാക്കി അയച്ചതാണ്. നമുക്കൊരു മാജിക് അച്ഛനുണ്ട്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ വരുത്തി നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന 2 കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഓർക്കുക. ഒന്ന്, ഇനിയും ഉണങ്ങാത്ത മുറിവുകളില്ല. എല്ലാ മുറിവുകളും ഉണങ്ങും. ഏത് മഴയും പെരുമഴയായിരിക്കാം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തോരും, മഴ ശമിക്കും. ഇനിയും ബന്ധപ്പെടുവാൻ പാടില്ലാതെ വണ്ണം നമ്മുടെ ആരുടെയും ബന്ധങ്ങൾ അത്രയ്ക്ക് അകന്നു പോയിട്ടില്ല. ബോധപൂർവമായ, സത്യസന്ധമായ, വിനയപൂർവമായ പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദൈവം ഒരിക്കലും അകലങ്ങളിൽ അഭിരമിക്കുന്നവനല്ല, അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സർവവ്യാപിയായ സർവശക്തനായ ദൈവം ഇമ്മാനുവേലായി നമ്മളുടെ കൂടെ ഉള്ളത്. God is with us, Emmanuel. ഗൾഫ് യൂത്ത് കോൺഫറൻസിൽ സംബന്ധിക്കുന്ന സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് ആദ്യത്തെ ചോദ്യം, this is the divine imperative that God is Emmanuel, He is with us. But now the question is, am I with God? സ്നേഹിതരെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ പള്ളിയിലുണ്ട്, നിങ്ങൾ നടന്നു നീങ്ങുന്ന നിങ്ങളുടെ സമൂഹത്തിലുണ്ട്. സംശയം വേണ്ട, ദൈവത്തിന് അങ്ങനെയാകാനേ കഴിയുകയുള്ളൂ. ദൈവം സർവവ്യാപിയാണ്, ഒംനിപ്രസന്റ്. ഇനിയും ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ആ ദൈവത്തോടു കൂടെയാണ്. നമ്മളെല്ലാവരും ഉറപ്പുവരുത്തി മടങ്ങിപ്പോകേണ്ടുന്ന കാര്യം ഇതാണ്. ജീവിതം എന്തിനാണ്? ജീവിതം അർത്ഥം തേടിയുള്ള അന്വേഷണമാണെങ്കിൽ ഈ ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കുക. അതിന് ബാഹ്യമായ ചില ഉപരിപ്ലവമായ ചിന്തകളോ വിചാരങ്ങളോ മാത്രം പോരാ. വിചാരത്തെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതാണ് ഇന്നലെ പറഞ്ഞതും ഇന്നിപ്പോൾ ആവർത്തിച്ചതുമായ വാക്യം. മോർഫോളജിക്കൽ ചേഞ്ച് കൊണ്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും അടുത്ത് നിൽക്കുന്ന ആളിനോട് ഞാൻ നല്ലവനാണ് എന്ന് ദ്യോതിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. ഐ ക്യാൻ ഈസിലി ഗിവ് ദ ഇംപ്രഷൻ ദാറ്റ് ഐ എം പെർഫെക്റ്റ്, ഐ എം ജെന്റിൽ ആൻഡ് ഓൾ. ബട്ട് വാട്ട് അബൌട്ട് ദി ഹാർട്ട്? അതുകൊണ്ട് ഉള്ളിൻ്റെ ഉണർവ് വളരെ വളരെ പ്രധാനമാണ്.
അതുകൊണ്ട് ആ ഒരു ചിന്തയാണ് ഇന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് ആലോചിക്കാനായിട്ട് സാധിക്കും. ജീവിതം, പൗലോസിൻ്റെ വാക്കുകൾ ചേർത്താണ് നമ്മൾ പറഞ്ഞത്. പൗലോസിന് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്. അതിനോട് ചേർത്ത് നമ്മൾ വായിച്ച കാര്യമാണ് ഈ ജീവിതം ജീവിക്കാൻ മാത്രമല്ല, ജീവിപ്പിക്കാനായിട്ടുള്ള ജീവിതം കൂടിയാണ് ജീവിതം. അതുകൊണ്ട് ജീവിതം അതിജീവിതമാണ്, അതിജീവനമാണ്, അതിജീവനം. അങ്ങനെ ജീവിക്കാൻ ഒക്കുകയല്ല. വി ഹാവ് ടു പേ ദ പ്രൈസ്. ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു ചിന്തയാണ്. അതിജീവനം ഇത് നമുക്കുണ്ടാകും. ഇത് സാധിക്കുന്നതാണ്. അത് സാധിച്ച ആളുകളുടെ ചരിത്രമാണ് നമ്മൾ വേദപുസ്തകത്തിൽ മുഴുവനും കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സയോണത്തിന് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ വാട്ട് ഈസ് ലൈഫ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ഇന്നലെ ഇവിടുത്തെ സൗദി അറേബ്യക്കാരാ വാക്കു ആവർത്തിച്ചുപയോഗിച്ചു. ജീവിതം തിരുമേനി ഒരു കോഞ്ഞാണ്ടയാണ് എന്ന് പറഞ്ഞു. എന്നെ ഉദ്ദേശിച്ച പുള്ളി പറഞ്ഞത് അത് കോഞ്ഞാണ്ടയിൽ നിന്ന് കൊതുമ്പ് വള്ളത്തിലേക്കുള്ള നീക്കമാണ് ജീവിതത്തിൻ്റെ ധർമാന്വേഷണ പര്യടനം. കോഞ്ഞാണ്ട കത്തിച്ചാമ്പലാകും. കൊതുമ്പ് വള്ളം മനുഷ്യനെ ഈ കരയിൽ നിന്ന് സുരക്ഷിതമായ അക്കരയിലേക്ക് എത്തിക്കുന്നു. മാർത്തോമ്മ യുവജന സഖ്യം എന്തിന്? ലോകത്തെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നതിന് ഉള്ള മനുഷ്യ ബോംബാകാനല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകി, അവരനും അയൽവക്കക്കാരനും സഹോദരനും അർത്ഥം നൽകി, അവനെ ഈ കരയിൽ നിന്ന് അക്കരയിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതിനും ആ എത്തിപ്പെടേണ്ട യാത്രയിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ നഷ്ടപ്പെടുത്തുന്നതിനുമുള്ള കണ്ടെത്തലാണ് ഈ ജീവിതം. ഇന്നലെയും മനോരമയിൽ നിങ്ങൾ വായിച്ചു, 2 തലങ്ങളുള്ള ഒരു സംഭവം. ഒരു അമ്മയും മകളും കൊച്ചിയിൽ കടലിൽ ചാടി. ആ അമ്മ മാനസിക രോഗം ബാധിച്ച സ്ത്രീയാണെന്ന് പത്രം എഴുതിയിട്ടുണ്ട്. എന്നാൽ അവരെ രക്ഷിക്കുവാനായിട്ട് കൊച്ചിയിലെ നാവികസേനയിലെ മുങ്ങൽ വൈദഗ്ധ്യം നേടിക്കൊണ്ടിരുന്ന ഒരു ഭടൻ എടുത്തു ചാടി. രക്ഷിക്കാനാണ്. അവനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. സ്നേഹിതരെ, ഈ ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കണ്ടു, ആ അകലം അവസാനിപ്പിക്കാനായിട്ട് ആദ്യം എത്തിച്ചാടിയ ഉറുമ്പുകൾ ചത്തുപോയി, ഇല്ലാതെയായി, ഉന്മൂലനാശം ചെയ്യപ്പെട്ടു. അതിൻ്റെ മരണമാണ് തുടർന്ന് പാലം നിർമ്മിക്കാൻ ഉതകിയത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ജീവിതം വലിയ സ്ട്രഗിളാണ് സ്നേഹിതരെ. ലൈഫ് ഈസ് ഓൾവേസ് എ പെയിൻഫുൾ എക്സഡസ്. വേദനയോടുകൂടിയ പുറപ്പാടുകളാണ് ജീവിതം എന്ന്. സിംഗർ എന്ന കൃതിയിൽ അതിൻ്റെ എഴുത്തുകാരൻ, അതിൻ്റെ കർത്താവ് കാൾവിൻ മില്ലർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അസൂയക്കാരാൽ വധിക്കപ്പെട്ട ഒരു ഗായകന്റെ കഥയാണ്. ആ ഗായകന് അത്ഭുതകരമായി ജീവൻ വീണ്ടു കിട്ടി. ആ ഗായകൻ ഒരു അത്ഭുത പ്രവർത്തകനായി. അങ്ങനെ തന്നെ ലഭ്യമായ ഈ അത്ഭുത സൗഖ്യ സിദ്ധിയിൽ അദ്ദേഹം അനേകം ആളുകളെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയതിൽ ഒരു പെൺകുട്ടി, അവൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഈ ഗായകൻ്റെത് സംബന്ധിച്ചപ്പോൾ അദ്ദേഹം കൈയും കാലും ഒക്കെ പൊക്കുന്നത് കണ്ടപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിക്ക് അത്ഭുതം. ഈ ഗായകൻ്റെ കൈ പൊക്കിയപ്പോൾ കയ്യിൽ മുറിപ്പാടുകളുണ്ട്, ദേഹത്ത് മുറിപ്പാടുകളുണ്ട്. ഈ കൊച്ചുകുട്ടി ചോദിച്ചു, അങ്കിൾ, അങ്ങ് എല്ലാവരെയും സൗഖ്യമാക്കുന്നയാളാണല്ലോ, എന്താണ് അങ്ങ് ഈ മുറിവുകൾ സൗഖ്യമാക്കാത്തത്? അതിന് അദ്ദേഹം പറഞ്ഞു, മകളെ, ഭൂമിയെ സൃഷ്ടിച്ചവൻ മുറിപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു. ഈ മുറിവുകളെല്ലാം വേദനയുടെ ഓർമ്മകളാണ്. എൻ്റെ കയ്യിലെ ഉണങ്ങാത്ത മുറിവ് ഒരു മുന്നറിയിപ്പാണ്. വെറുപ്പിൻ്റെ തിയേറ്ററിൽ ഒരു ഗായകന് കൊടുക്കേണ്ടി വന്ന വില. അറിയുമോ മകളെ,
രക്ഷിക്കാൻ ഉയർത്തുന്ന കരങ്ങൾ എപ്പോഴും മുറിവേറ്റവ ആയിരിക്കും. രക്ഷകൻ എന്നാൽ മുറിവേറ്റവൻ എന്നുകൂടിയാണ് അർത്ഥം. അതിനോട് ചേർന്ന് ഫുൾട്ടൻ ഷീൻ എന്ന ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റവനാണ്, യഥാർത്ഥ സഭ മുറിവേറ്റവളാണ്, യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റവനാണ്. നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആഫ്റ്റർ റിസറക്ഷൻ ജീസസ് ഈസ് നോൺ not by his glorious face but the scars and the wounds in his body. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവനെ നമ്മൾ അറിയുന്നത് പ്രകാശപൂർണമായ തൻ്റെ മുഖ തേജസ് കൊണ്ടല്ല, അവൻ്റെ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ കൊണ്ടാണ്. ആ മുറിവുകൾ ആണ് ഗ്ലോറിഫൈഡ് ബോഡിയിലും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും തുടരുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലും മറക്കാതെ നിലനിർത്തിയിരിക്കുന്നതായ മുറിവുകളാണ് ഈ ക്രൂശിക്കപ്പെട്ട യേശു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും തിട്ടപ്പെടുത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ, ഈ സഭയുടെ ഒരു ബിഷപ്പായ എൻ്റെ ശരീരത്തിലും ഇവിടെ ഇരിക്കുന്ന ഈ അച്ഛന്മാരുടെ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലും എന്ത് മുറിവുകളാണുള്ളത്? മുറിയപ്പെടാത്തവന് എന്ത് ലോകത്തിൽ മുറിവുണക്കാൻ സാധിക്കും? ഞങ്ങളുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ്. TS തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൊച്ചച്ഛനുണ്ട്, സീനിയർ അച്ഛനുണ്ട്. അദ്ദേഹം എടുത്ത ക്ലാസ്സിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, മുറിയാൻ തയ്യാറില്ലാത്തവന് മുറിക്കുവാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ക്ലർജി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളവും ചങ്കുലയ്ക്കുന്നതായ വെട്ടിമുറിക്കുന്നതായ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചു, മുറിയാൻ തയ്യാറില്ലാത്തവന് മുറിക്കുവാൻ എന്താണ് അവകാശം? ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അവൻ തൻ്റെ ശരീരം അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി എന്നിട്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഓർമ്മ. ഈ ഓർമ്മ നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഈ മുറിപ്പാടുകൾ കാണുന്നതിലൂടെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോൺ dangerously and disastrously wrong when Jesus is worshipped and not followed. We are worshipping community. We are so excited to worship. അതുകൊണ്ട് what we need is not an emotional ecstasy. അതുകൊണ്ട് ബാഹ്യമായ നമ്മളൊക്കെ അങ്ങ് വന്നു പോകുന്നതാണ്. നമ്മളിവിടെ പാട്ട് പാടുമ്പോൾ, നമ്മളെ ആടുകയും തുള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. ഇമോഷണലി ചാർജ്ഡ്. ഞാൻ തുടങ്ങിയ പുസ്തകത്തിൽ പറഞ്ഞു, വാട്ട് ക്രൈസ്റ്റ് നീഡ്സ് ഈസ് നോട്ട് ഇമോഷണലി ചാർജ്ഡ് ഡിവോട്ടീസ് ബട്ട് ഇന്റലക്ച്വലി മെച്യൂർഡ് ഡിസൈപ്പിൾസ്. We are not called to imitate Christ. Of course, that is a statement made by Paul. But Christ is demanding us not to imitate, but to follow. Imitation എന്ന് പറയുമ്പോൾ, in imitation there is no growth as such. മമ്മൂട്ടി ലോറിയിൽ പാറ കയറ്റുന്നു. ആ കയറ്റുന്നതും ആ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആർക്കും കഴിയും. പക്ഷെ മമ്മൂട്ടിയാകാൻ കഴിയണമെന്നില്ല. ഇമിറ്റേഷനിൽ വളർച്ചയില്ല. യു ആർ റിപ്പീറ്റിംഗ്. വി ആർ കോൾഡ് നോട്ട് ടു റിപ്പീറ്റ്. ഇന്നലെ ചെയ്തത് ആവർത്തിക്കാനല്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ അവസാനിച്ചു എന്ന് നമുക്ക് ഐഹിക ലോകത്തിൽ അവസാനിച്ച ശുശ്രൂഷയുടെ തുടക്കം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം. 33 വർഷം ലോകത്തിൽ ജീവിച്ച യേശുവിൻ്റെ 33 വർഷം ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കാനല്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ്. വി ആർ കോൾഡ് ടു കണ്ടിന്യൂ ദ മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ യേശു ക്രിസ്തുവിന് ഇന്ന് 2014 വർഷമെങ്കിലും പ്രായം വേണം. And we are talking about a Christ of 30 years or 33 years old. He can be an immature Jesus.
ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമേ എടുക്കാവൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത് തുടരുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ് ചാപ്ലിൻ അച്ഛൻ യേശു ക്രിസ്തുവിലൂടെ 2010 വർഷം പ്രായമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യും. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തു ചെയ്ത ചില കാര്യങ്ങൾ ആവർത്തിക്കുകയോ അതല്ല യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് യേശു ക്രിസ്തുവിൽ ആരംഭിച്ച ജീവിതം യേശു ക്രിസ്തുവിലൂടെ തുടരാനായിട്ട് നമുക്ക് സാധിക്കണം. സോ വി നീഡ് ദാറ്റ് ഇമോഷണൽ ഇന്റലക്ച്വൽ മെച്യൂരിറ്റി ഇൻ ദാറ്റ് ഗ്രോത്ത്. ദിസ് ഈസ് ദ ഗ്രോത്ത്. ഇത് നമുക്ക് സാധിക്കണം. ഇതിനുള്ള ക്രമമാണ് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ കാണുന്നത്. Therefore Jesus Christ is our pattern, Jesus Christ is our prize, and Jesus Christ is our power. And ഇതാണ് പ്രധാനം. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ള പാറ്റേൺ യേശു ക്രിസ്തു ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ആൻഡ് ഹി ഈസ് ദ പെർഫെക്റ്റ് മോഡൽ. ഇത് വളരെ അപ്പൊ ആ പാറ്റേൺ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതിനാവശ്യമായിട്ടുള്ള പ്രൈസ് അവൻ കൊടുത്തു കഴിഞ്ഞു. ഹി റെക്കൺസൈൽഡ് ഈച്ച് വൺ ഓഫ് us ടു ഗോഡ് ദ ഫാദർ. അപ്പോൾ ഈ റെക്കൺസിലിയേഷന് സംഭവിച്ചു. ആൻഡ് ഹി ഗിവ്സ് ദ പവർ. ആൻഡ് വേർ ഡസ് ദിസ് പവർ കം ഫ്രം? ദാറ്റ് പവർ ഈസ് കമ്മിങ് ഫ്രം യൂക്കറിസ്റ്റ്. ദാറ്റ് പവർ ഈസ് കമ്മിങ് ഫ്രം യൂക്കറിസ്റ്റ്. അതുകൊണ്ട് യൂക്കറിസ്റ്റ് ഈസ് ഗിവിങ് അസ് ദ പവർ. അതുകൊണ്ടാണ് ഒരു വാക്ക് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുന്നതിനുള്ള പാഥേയമാണ്, ഈ വഴിച്ചോറാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ പാറ്റേൺ, ഹി ഈസ് അവർ പ്രൈസ്, ആൻഡ് ഹി ഈസ് അവർ power, and this power is from the Eucharist. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, അപ്പം ബ്രെഡ് ഈസ് ഫോർ പവർ, എനർജിക്കാണ്, ഊർജമാണ്. അതുകൊണ്ട് ഓരോ ക്രൈസ്തവന്റെയും ഊർജം എന്ന് പറയുന്നത് യൂക്കറിസ്റ്റിക് എനർജിയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ഊർജമാണ്. വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ഊർജം രക്ഷയുടെ ഊർജമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് എ റെഡീമിംഗ് പവർ. നമ്മൾ കെൻറ്റക്കി ഫ്രൈഡിലൂടെ കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് നീഡ് നോട്ട് ബി ഓൾവേസ് റെഡീമിംഗ്. ഇറ്റ് ഗീവ്സ് യു മസിൽ പവർ ടു കോൺകർ, ടു സബ്ഡ്യൂ, ടു കിൽ. ഇത് the power we get from Eucharist is not to subdue, not to conquer, but to save. It is for salvation. It is always the redeeming power. നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ പറഞ്ഞാണ് പറഞ്ഞു തുടങ്ങിയത്. ദാറ്റ് ഈസ് ഒന്ന് ക്രൈസ്റ്റ് ആൻഡ് ദെൻ ജൂഡസ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് യൂക്കറിസ്റ്റിക് എനർജി ആയതുകൊണ്ട് അത് എപ്പോഴും റെഡീമിംഗ് എനർജിയാണ്. Remember, my dear friends, we are not receiving a piece of Kentucky Fried Chicken. We are receiving the body and blood of a 33-year youngster, dare enough to give up his life for your salvation and my salvation. അപ്പോൾ ഇത് ആവർത്തിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആവർത്തിക്കാനായിട്ട് അല്ലെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രക്ഷിക്കാനല്ലാതെ മറ്റെന്തിനുപയോഗിച്ചാലും നമ്മൾ ശിക്ഷിക്കപ്പെടും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്. ദ ഫസ്റ്റ് മാൻ ഹൂ റിസീവ്ഡ് കമ്മ്യൂണിയൻ കമ്മിറ്റഡ് സൂയിസൈഡ് ആൻഡ് ദാറ്റ് വാസ് ജൂഡസ്. അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ല അവിടെ, എങ്കിലും അവൻ അപ്പം കണ്ടം മുക്കിയെടുത്ത് ആദ്യം കൊടുത്തതാണ്. വൈ ദിസ് സിംബൽ, redeeming symbol, becomes a killing symbol for someone else? ജൂഡസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് യേശുക്രിസ്തുവിനെ വിറ്റ് കാശാക്കുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിലൂടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ എൻ്റെ തെളിവ്. നമ്മൾ അറിയാതെയാണെങ്കിൽ എപ്പോഴും വിശുദ്ധ കുർബാന നമ്മൾ വളരെ ലഘൂകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇടപാട്.
യേശുക്രിസ്തു പറഞ്ഞു, ഡു ദിസ്, ഡു വാട്ട്, ദിസ് ലൈഫ്, ഇത് ഇൻ മെമ്മറി ഓഫ് മീ, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഈ ശരീരം മുറിക്കുവാനും ഈ രക്തം ചിന്താനും തയ്യാറെടുക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിലൂടെയുള്ള വളർച്ച നമുക്ക് സാധിക്കൂ. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ക്വിക്കായിട്ട് ഇന്നലെ പറഞ്ഞതിൻ്റെ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ദ വാല്യൂസ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ കിങ്ഡം ആർ ഡിഫറെൻറ്റ്. നോട്ട് ഓൺലി ഡിഫറെൻറ്റ്, ഓപ്പോസിറ്റ്. വാല്യൂസ് ഓഫ് ദി മാർക്കറ്റിൽ എല്ലായ്പ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ്, ഓൺലി ത്രൂ മാർക്കറ്റ്, ഓൺലി ത്രൂ മാർക്കറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, when we say Tina, there is no other alternative, we are saying that there is alternative, there are alternatives. And what is the primordial alternative? And that is Eucharist. മാർക്കറ്റിൽ എന്താണ് പറയുന്നത്? മാർക്കറ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഹൗ ബെസ്റ്റ് ഐ ക്യാൻ യൂസ് ദി അതർ ഫോർ മൈ ഗ്രോത്ത് ആൻഡ് ഗ്ലോറി. And in the Eucharist we are saying that how best I can be useful for you. ലോകം എങ്ങനെ അവരനെ ഉപയോഗിക്കാം എന്ന് ശ്രമിക്കുകയും അതിന് വൈദഗ്ധ്യം നേടുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ എൻ്റെ സഹോദരൻ എങ്ങനെ ഉപകാരമാകാമെന്നുള്ളതിൻ്റെ വൈദഗ്ധ്യം നേടുന്ന പ്രക്രിയക്കാണ് വിശുദ്ധ കുർബാന എന്ന് പറയും. Therefore, altar is the only alternative for all the issues that we face today. അത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. Church is always that part of that alternative community. ഇത് വളരെ പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഈ ലോകം എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു ലോകമാണ്. അവിടെ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ക്രോഡീകരിച്ചു എന്ന് മാത്രം. ഒരുപാട് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ യൂക്കറിസ്റ്റിൽ നമ്മൾ പറയുകയാണ്, എല്ലാവർക്കും ഇതിൽ പ്രവേശനമുണ്ട്. ഒരിക്കലും ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയത്തില്ല, ഈ പള്ളിയിലെ പണക്കാരെല്ലാം ആദ്യം ഇങ്ങോട്ട് വന്ന് മുട്ടുകുത്തിക്കാട്ട്, നിങ്ങൾക്ക് ആദ്യം വന്നിട്ട് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ ആ വലിപ്പം ഇച്ചിരി കൂട്ടും, 2 സ്പൂൺ തരും, കാരണം നിങ്ങൾ ഒത്തിരി പണം കൊടുക്കുന്നവരാണ്. ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലുമില്ല. ദൈവരാജ്യത്തിൽ എല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ ഉള്ള വളർച്ച എന്ന് പറയുന്നത് ഈ പുതിയ ഊർജം നമ്മൾ സംഭരിക്കുന്നതായ സ്ഥിതിയാണ്. അതുകൊണ്ട് യു കനോട്ട് സെർവ് ബോത്ത് ദ മാസ്റ്റർ ആൻഡ് മാറ്റർ. നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാനായിട്ട് കഴിയുകയില്ല. ഒന്നിനോട് നമ്മൾ ചേർന്ന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി മാർക്കറ്റിൽ എപ്പോഴും ദ മാർക്കറ്റ് വി ആർ ഓൾവേസ് കാൽക്കുലേറ്റീവ്. And the Eucharist, we are more and more meditative. ലോകം കണക്കുകളുടെ ലോകമാണ്. കണക്ക് എന്തിനാണ്? കണക്ക് കൂട്ടിക്കിഴിക്കുന്ന കാര്യങ്ങളാണ്. കണക്കിൽ നമുക്ക് വളർച്ചയും ലാഭവുമാണ് നോക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയിൽ കണക്കല്ല, മറിച്ച് അത് കണക്ക് കൂട്ടി മറ്റവനെ തുരത്താനല്ല. കണക്കുകൾ തെറ്റിയാലും നഷ്ടം വന്നാലും അവരനെ രക്ഷിക്കാനായിട്ട് നമ്മൾ തീരുകയാണ്. സോ ഫ്രം കാൽക്കുലേറ്റീവ് ലൈഫ് സ്റ്റൈൽ ടു ദി meditative and redemptive attitude. And then the logic of the market is always different from the logic of the gospel. Market and the logic is always a contract, but in the Eucharist it is a covenant relationship. The logic of the yes. കോൺട്രാക്റ്റിൻ്റെ കുഴപ്പവും പ്രത്യേകതയോ നല്ലതോ എന്താണെന്ന് ചോദിച്ചാൽ, കോൺട്രാക്റ്റിൽ when we enter into a contract and you are not happy with the contract, then you can breach the contract anytime you want. But in the covenant relationship, it is not convention but it is covenant. In covenant എല്ലായ്പ്പോഴും God is taking the initiative. നമുക്കിഷ്ടമുള്ളപ്പോൾ മുറിക്കാവുന്നതല്ല. ഈ കോൺട്രാക്റ്റിൽ പ്രോഫിറ്റാണ് എൻ്റെ അടിസ്ഥാനം. എന്നാൽ കവനന്റിൽ പ്രോഫിറ്റ് അല്ല അടിസ്ഥാനം, സാക്രിഫൈസ് ആണ് എൻ്റെ അടിസ്ഥാനം. ഈ കോൺട്രാക്റ്റിലല്ല ഇപ്പോഴും നമുക്ക് ഈ വളർച്ചയെക്കുറിച്ചാണെങ്കിൽ
കവനന്റിലെല്ലാം ഇപ്പോഴും സാക്രിഫൈസും കമ്മിറ്റ്മെൻറ്റുമാണ് നമുക്ക്. ഇതിനനുസരിച്ചുള്ള ടൂൾസാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അപ്രകാരം മാത്യു, മാർക്ക് ആൻഡ് ലൂക്കിലുള്ളതുപോലെ ഇല്ല. എന്നാൽ അതിന് സമാനമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കാല് കഴുകൽ ശുശ്രൂഷയാണ്. കാല് കഴുകൽ ശുശ്രൂഷ. ആ കാല് കഴുകുന്നതിന് ഉപയോഗിക്കുന്ന യേശുക്രിസ്തു ഇതിന് തൊട്ട് മുമ്പ് കാല് കഴുകുക. ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം യൂക്കറിസ്റ്റും കാല് കഴുകൽ ശുശ്രൂഷയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദ ടൂൾ ഡിഫൈൻസ് ദ ട്രേഡ്. ദ ടൂൾസ് ഡിഫൈൻ ദ ട്രേഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്തവന്റെ ടൂൾസ് എന്താണ്? ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ ഇട്ട്, ഒരു വക്കീൽ അവരുടെ കോട്ട് കാണുമ്പോൾ നമുക്കറിയാം, ഒരു നേഴ്സ് നമുക്ക് അവരുടെ ഡ്രസ് കോഡ് കാണുമ്പോഴറിയാം. അപ്പം ഒരു ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ ബാർബറിന്റെ കയ്യിലിരിക്കുന്ന ടൂൾസ് നമുക്കറിയാം. ദ ടൂൾസ് ഡിഫൈൻ ദ ട്രേഡ്. ഒരു ക്രൈസ്തവന്റെ ടൂൾസ് എന്താണ്? ഇറ്റ് ഈസ് സിമ്പിൾ. ഇറ്റ് ഈസ് എ ടവൽ ആൻഡ് ദ ബൗൾ. ഇറ്റ് ഈസ് ദ ടവൽ ആൻഡ് ദ ബൗൾ. ആൻഡ് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സർവീസ്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സർവീസ്. വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകിയതിലൂടെ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, സഹോദരന്റെ കാലയിലെ പൊടിയും എൻ്റെ രക്ഷയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മറന്നു പോകരുതായിരുന്നു. സഹോദരന്റെ കാലയിലെ പൊടിയും എൻ്റെ രക്ഷയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അവന്റെ കാലയിലെ ചേറാണ് യേശു കഴുകിക്കളഞ്ഞു. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കേണ്ടുന്നതായ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇനി ചെളി എന്ന് പറഞ്ഞാൽ ഇനി ഓരോരുത്തരുടെ കാലിൽ പോയി പിടിക്കുക, ചെളിയുണ്ട്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾ അതിൻ്റെ ആശയം മാത്രം എടുക്കുക. ഇത് വളരെ സോ ദ ടവൽ ആൻഡ് ദ ബേസിൻ ഡിമാൻഡ് ഹെവിലി ആസ്കിങ് ടു കോണ്ടാക്ട് ദ സോയിൽഡ് ഡയമെൻഷൻസ് ഓഫ് ലൈഫ്. ഇത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അംഗങ്ങളായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ 3 പ്രമേയങ്ങളിൽ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീസസ് ഈസ് ദ പാറ്റേൺ, ജീസസ് ഈസ് ദ പ്രൈസ് ആൻഡ് ജീസസ് ഈസ് ദി പവർ. അപ്പോൾ യൂക്കറിസ്റ്റിക് പവർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ തുടങ്ങിയ ദിവസം പറഞ്ഞതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ടു ബിക്കം അനദർ ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്കുണ്ട്, ദ മോർ വി ബിക്കം വാട്ട് വി ഈറ്റ്. വി ബിക്കം വാട്ട് വി ഈറ്റ്. ആൻഡ് ആസ് ക്രിസ്ത്യൻസ് വാട്ട് വി ഈറ്റ് the body and blood of Christ. Therefore, the more we receive the body and blood of Christ, the more we become Christ-like. നമ്മൾ ഇവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ ചിന്തിരിക്കുന്നത്, നിങ്ങൾ ചെറുപ്പക്കാർ കുർബാന കൊണ്ടിട്ടുള്ള ആളുകൾ അല്ലേ? നിങ്ങളോട് ഒരു കൊച്ചു ചോദ്യം. You have been receiving communion for the last 10 years perhaps. Can you say that you are growing and becoming more and more Christ-like or like Christ? Otherwise, what is the point in receiving communion? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. We receive the body of Christ to become the body of Christ. And that body is always ready to break. And only through that breaking you can find meaning in your life. And only through that breaking you can be part of the divine kingdom. ഇതൊരു പുതിയ കാര്യമല്ല, ഇത് നമ്മൾ അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കി ഈ ബോധ്യത്തിൽ നമ്മൾ വളരുമ്പോൾ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിനെ പോലെ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ഗോഡ് ഈസ് ഇമ്മാനുവൽ ഈസ് വിത്ത് അസ്. നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഗോഡ് ഈസ് വിത്ത് അസ് ബട്ട് ആം ഐ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള ചോദ്യത്തിൽ ആണെങ്കിൽ ഈ ഒരു ചിന്ത വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എമ്മൗസ് ജേർണിയിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. എമ്മൗസ് ജേർണിയിൽ 2 ശിഷ്യന്മാർ, നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കുന്നില്ല, അവർ ചെന്നപ്പോൾ കൂടെ യാത്ര ചെയ്ത ഈ മനസ്സിലാക്കപ്പെടാഞ്ഞ ഈ കൂട്ടുകാരനോട് താമസിക്കാൻ പറയുന്നു. അപ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവരാവശ്യപ്പെടുന്നത് കം ആൻഡ് സ്റ്റേ വിത്ത് അസ്, കം ആൻഡ് സ്റ്റേ വിത്ത് അസ്. എന്നിട്ട് അപ്പം എടുത്ത് മുറിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ആളിനെ കാണുന്നില്ല. അപ്പോൾ അവർക്ക് യേശുക്രിസ്തു കുർബാനയിൽ അപ്പം മുറിച്ചപ്പോൾ മനസ്സിലായി യേശു ആണെന്ന് മനസ്സിലായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്?
ആർ യു ഫോളോയിങ് വാട്ട് ഐ എം സെയിങ്? യെസ്. ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഗുണമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇപ്പം ഡിസപ്പിയർ ചെയ്യുന്നത് ആർക്കാണ്? ടൈം ആൻഡ് സ്പേസിനുള്ളൂ. എന്നാൽ ദൈവത്തിന് അങ്ങനെ മറയേണ്ട കാര്യമുണ്ടോ? മറയുന്നത് എങ്ങോട്ടാണ്? ഒരു ചിന്ത വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, their demand is come and stay with us. Jesus says, I don't want to stay with you, I want to stay in you. And when Jesus is in you, he is not externally present, but he is present very much internally. ഇവിടെ MC-മാരായിരിക്കുന്ന രണ്ടാളുകൾ ഇന്നലെ തന്നെ നിങ്ങളെ പ്രഖ്യാപിച്ചതാണ് വിശുദ്ധ ഗണത്തിലേക്ക്. നിങ്ങളോടൊന്ന് ആലോചിച്ച് നോക്കുക. Where is Christ in your life? And he wants to stay not outside of you, in your home. He wants to reside within you. അതുകൊണ്ട് ഉള്ളിൽ യേശു ഉണർന്നു വളരുന്ന ഇതിനുള്ള ശക്തിയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ വലിയ ഈ ഉള്ളിലാക്കുന്ന ഹോസ്പിറ്റാലിറ്റി, ഞാൻ ഒരു ഡെഫിനിഷൻ വായിച്ചത്, ഹോസ്പിറ്റാലിറ്റിയുടെ ഡെഫിനിഷൻ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് നോട്ട് അബൌട്ട് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഇൻ ടു അവർ പെർഫെക്റ്റ് ഹോംസ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഇൻ ടു അവർ ഇംപെർഫെക്റ്റ് ഹാർട്ട്. That is hospitality. If you are not hospitable, you will be admitted in the hospital, no doubt. ചിലരുടെ ഇരിപ്പ് വേണ്ട, ഹോസ്പിറ്റലല്ല മെഡിക്കൽ കോളേജിൽ പോയിക്കോട്ടെ. ഇത് വളരെ പ്രധാനമാണ്, ഇത് വളരെ പ്രധാനം. സോ അതുകൊണ്ട് ഈ ഈ ജീവിതം എന്ന് പറയുന്നത് ആണ്, ദ ലോർഡ് ഓഫ് ദ യൂക്കറിസ്റ്റ് ഈസ് ഡിമാൻഡിങ് അൺകണ്ടീഷണൽ ആൻഡ് അൺലിമിറ്റഡ് ലവ്. യേശു പറഞ്ഞു, എൻ്റെ പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന പ്രമാണം സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞ ഒരു വാക്ക് നല്ലതാണ്. കവി ചോദിക്കുകയാണ്, ആരോടാണ് ഏറെ ഇഷ്ടം? ഉത്തരം വന്നു കഴിഞ്ഞു, എന്നോട് തന്നെ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നില്ലല്ലോ. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, അത് കഴിയണം, അത് കഴിയണം. അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് യൂക്കറിസ്റ്റ് ആകാൻ. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരല്ല, വിശുദ്ധ കുർബാന ആയിത്തീരുന്നവരാണ് ആവശ്യം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എളുപ്പമാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആരുടെ? യേശു പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരരക്തങ്ങളെ യാതൊരു വികാരവായ്പും ഇല്ലാതെ നമ്മളെല്ലാം ആഴ്ചയും അടിച്ചു കളയും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1, 2, 3 4ാമത്തെ ബെഞ്ചിൽ മൂന്നാമതിരിക്കുന്ന അമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. തിരുമേനിയുടെയൊക്കെ ഒരു വലിയ കൂട്ടുകാരിയാണ്. ഇന്നലെ മുഴുക്ക തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ശരീരം മുറിച്ച് നിങ്ങൾ തിന്നുമോ? ആലോചിക്കാമോ? ഇതാ സംഭവിച്ചത്. 33 വയസ്സുള്ള ഒരു, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വി ആർ റിസീവിംഗ് നോട്ട് അനദർ പീസ് ഓഫ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. യു ആർ റിസീവിംഗ് ദി ബോഡി ഓഫ് ആൻ യങ്സ്റ്റർ. അവൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തന്നേക്കാം. ഇത് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ജീവിക്കണം. ഇതാണ് ഈ വിശുദ്ധ കുർബാന ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ പറയുന്നു, ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് തരാം. ഇതെന്റെ രക്തമാണ്, ഇത് നിങ്ങൾ കുടിക്കണം. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിൻ്റെ മലയാള ഭാഷയാണ് എന്തെന്ന് പറയുന്നത്? കുർബാന എന്ന് പറയുന്നത്. അങ്ങേയറ്റത്ത് 2 ബെഞ്ചിൽ ദുബായിക്കാർ, നല്ല ചെറുപ്പക്കാരാ അച്ഛന്മാർ, ഒരാളച്ഛൻ്റെ മക്കളുമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ജോബിയോടെ, ഉത്തരം പറയണ്ട. നമ്മൾ കുർബാന കൊള്ളുന്നത് സഹോദരനും സമൂഹവും നന്നാകാനാണോ, നമുക്ക് ഗുണമുണ്ടാകും എന്നുള്ള ചിന്തയിലാണോ പൊതുവേ? ഉത്തരം പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് പറയാത്തത്. പറയുകയും വേണ്ട, മനസ്സിലായോ? അതിനാണ് നമ്മൾ കുർബാന കൊള്ളുന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇന്ന് നിർത്തിക്കോളണം. എന്നാൽ ഇതിൻ്റെ വിലയും നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ വില സഹോദരന് വേണ്ടി എൻ്റെ ശരീരം മുറിക്കേണ്ടി വന്നാൽ നൽകപ്പെടുന്നതിനാണെങ്കിൽ ഇതാണ് മാർക്കറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ബ്ലഡ് ഷെഡ്.
ബട്ട് ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ ഒരു വാദമില്ല. മെത്രാപ്പൊലീത്തയുടെ സ്പെഷ്യലിസ്റ്റാണ്, എന്നെ പിടിക്കുമെന്ന് അറിയാം. എങ്കിലും ഇറ്റ് ഈസ് ബ്ലഡ് ബാങ്ക്. ബ്ലേഡ് ബാങ്ക് അല്ല, ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ഷെഡ്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയിലെല്ലാം ഓർത്തു, പലസ്തീനിലും ഗാസായിലും ഇറാനിലും എല്ലാം രക്തം ചിന്തുകയാണ്, അത് കൊല്ലുകയാണ്. ഇവിടെ ബ്ലഡ് ബാങ്ക് ആണ്. ലൈഫ് ഈസ് റിസർവ്ഡ്. ഇതാണ് സഭ എപ്പോഴും ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെടുന്നതിനുള്ള ബ്ലഡ് ബാങ്കാണ്. എന്തിനാണ് സ്നേഹിതരെ? വാട്ട് ഈസ് ലൈഫ്? തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, സൈമൺ അച്ഛൻ പറഞ്ഞത് ജീവിതം കോഞ്ഞാണ്ടയാകാനല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, കത്തിച്ചാമ്പലാക്കുന്ന കോഞ്ഞാണ്ടയിൽ നിന്ന് മറുകര എത്തിക്കുന്ന കൊതുമ്പ് വെള്ളമായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ, സഭ വ്യക്തികൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദർശനത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഈ ഒരു ചിന്ത നമ്മളെ ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി. മനോരമയിൽ കുറെ നാളുകൾക്ക് മുമ്പ് മരണക്കിടക്കയിലും പകരുന്നു നീസ സ്നേഹത്തിന്റെ പുതിയ അർത്ഥം എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഇൻസിഡന്റ്. അത് ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ കാണിക്കും. നീസ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ബാധിച്ച് അവൾ വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 8ാം ക്ലാസ്സുകാരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ബെഡിൽ മറ്റൊരു പെൺകുട്ടി വന്നു. ഇത്താത്ത പെൺകുട്ടിയാണ്. അപ്പോൾ ഈ നീസ ബ്ലോഗിലൂടെ പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ട്. അവരാണ് ബ്ലഡ് കൊടുക്കുന്നത്. ഒരു ദിവസം രാവിലെ നീസ പെട്ടെന്ന് വിളിച്ചു. കാലിക്കറ്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, NSSന്റെ കോർഡിനേറ്ററുമായ അബീദ് തറവട്ടത്തിന്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇന്ന് ബ്ലഡ് വേണ്ട ദിവസമായിരിക്കും എന്ന് ചോദിച്ച് നീസയോട് ചോദിച്ചു, ബ്ലഡ് എപ്പോഴത്തേക്ക് വേണം? പറഞ്ഞു, ബ്ലഡ് എനിക്കല്ല, എൻ്റെ തൊട്ടടുത്ത ബ്ലഡിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്, അവൾക്ക് ആരുമില്ല, ബ്ലഡ് ഓർഗനൈസ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് അവൾക്ക് ബ്ലഡ് വേണ്ടിയാണ്. തറവട്ടം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീസ ഫോണിൽ രഹസ്യം പോലെ പറയുന്നത് കേട്ട് കണ്ണ് നിറഞ്ഞുപോയി എന്ന് അടുത്ത് കിടക്കുന്ന കുട്ടി പറയുക. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നീസ മരിച്ചു. തൻ്റെ മരണക്കിടക്കയിലും അടുത്ത് കിടക്കുന്നയാൾ മരിക്കരുതെന്ന് ആഗ്രഹിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് ധരിക്കാൻ സാധ്യതയുള്ള ലോകത്തിൽ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ സഹോദരൻ ജീവിക്കണം എന്നുള്ള ചിന്ത നമുക്ക് നൽകുന്നത് ഈ ബോധ്യമാണ്. ഈ ഒരു ചിന്തയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ബി അനദർ യൂക്കറിസ്റ്റ്. ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് സാധിക്കേണ്ടത്? നമുക്ക് മറ്റൊരു കുർബാനയായി തീരാം, മറ്റൊരു ജീവിതം നമുക്ക് ആരംഭിക്കാം. അത് ജീവിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. ഇതിനാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. Let us have the same attitude that of Jesus. And what was the attitude of Jesus? ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് യേശു തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ കൂടുതൽ ഓർത്തില്ല എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചും ഓർത്തും അതിലങ്ങ് ഒബ്സസ്ഡ് ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ എന്നെക്കുറിച്ച് കുറച്ചോർക്കാനും അവരെന്നെക്കുറിച്ച് കൂടുതൽ ഓർക്കാനും നമ്മളോട് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്ന ചിന്തയാണ് വിശുദ്ധ കുർബാനയിൽ. യേശു പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി, ഇറ്റ് ഈസ് ഫോർ യു. ദിസ് ഈസ് മൈ ബ്ലഡ്, ഇറ്റ് ഈസ് ഫോർ യു എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് തന്നെ മറക്കുകയും അവരനെ ഓർക്കുകയും ചെയ്യുന്നതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുന്ദരമായ ഒറ്റ വാക്കിതാണല്ലോ, ജീസസ് ക്രൈസ്റ്റ് ദി മാൻ ഫോർ അതേഴ്സ്. ദി മാൻ ഫോർ അതേഴ്സ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം സാധിക്കുന്നത് ഇവിടെയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ, മൈ ലൈഫ് ഈസ് ഫോർ യു. ജീസസ് ക്രൈസ്റ്റ് ദി മാൻ ഫോർ അതേഴ്സ്. ആ അവരിനെ ദൈവമായി കാണുന്നു. യേശുക്രിസ്തുവിന്റെ സൗഖ്യമാക്കൽ പ്രക്രിയയിലൊക്കെ ഇതിന്റെ സൂചനകൾ നമുക്ക് കാണാം. ഒരുത്തന്നെ കണ്ണ് സുഖമാക്കിയപ്പോൾ പറഞ്ഞു, നീ എങ്ങനെ മനുഷ്യനെ കാണുന്നു? കാണാം. എങ്ങനെ കാണുന്നു? മരം, മാറ്റർ. മനുഷ്യനെ മരമായും മാറ്ററായും കാണുന്ന ഒരു ലോകത്തിൽ ഒന്നുകൂടെ കഴിയുമ്പോൾ പറഞ്ഞു, നിനക്കെങ്ങനെ കാണാം? മനുഷ്യനെ കാണാം. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പടി കൂടെ പോവുകയാണ്. അടുത്ത് നിൽക്കുന്നവൻ മരമല്ല, മനുഷ്യനല്ല, ദൈവമാണ്. കാരണം we are all sharing the image of God. If we are sharing the image of God, God's very presence is very much in us. അപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ സഹോദരനെയാണ്, ഞാൻ തന്നെയാണ്. ഇതാണ് എനിക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ളത്. ഈ ദർശനം നമ്മൾ സ്വീകരിച്ചേ മതിയാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു, പൗലോസ് പറഞ്ഞ വാക്ക്, എനിക്ക് നല്ലതായിട്ട് ജീവിക്കണമെന്നുണ്ട്, നന്മ ചെയ്യണമെന്നുണ്ട്, അരുതാത്തതൊന്നും പാടില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ സംഭവിച്ചു പോകുന്നു. അതിൻ്റെ കാരണം ഈ ഒരു സ്നേഹിത, ഇനി അത് മതി കേട്ടോ, ഇരുമേനിക്ക് കൊടുത്തേച്ചാൽ മതി, ബാക്കി പിന്നെ കുടിച്ചാൽ മതി, ഇതിൻ്റെ ഇടയ്ക്ക് കുടിക്കണ്ടല്ലോ. ഇതാണ് കുഴപ്പമില്ല, പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് തന്നു. ഇത് ഞാനിപ്പോൾ എന്നാ പറഞ്ഞത്, നിങ്ങളൊന്ന് ശ്രദ്ധ മാറിയപ്പോഴാണ് ഞാനും ചോദിച്ച ചോദ്യം. അതെ, അപ്പോൾ ഈ ജീസസ് ദി മാൻ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്കിടയാകുകയാണ്. അങ്ങനെ അടുത്തയാളിനെ നമ്മളെക്കാൾ വലിയവരായി കാണുന്നത് എത്രയോ വലിയ കാര്യമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് പേര് പറയുന്ന ആളുകളിൽ ഒന്നാണ് മദർ തെരേസ. മദർ തെരേസയെക്കുറിച്ച് മനോരമയിൽ വന്നിട്ടുള്ള സംഭവങ്ങളിൽ ഒന്ന് നിങ്ങൾ വായിച്ചിട്ടുള്ളത് ഇതാണ്. അമ്മ ദീർഘനാളത്തേക്ക് അമേരിക്കൻ പര്യടനത്തിലേക്ക് പോയ സമയത്ത് അമ്മ അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. അന്ന് തന്നെ ബ്രദേഴ്സ് ഓഫ് ചാരിറ്റിയിലെ സഹോദരങ്ങൾ പോയപ്പോൾ കൽക്കട്ടയിലെ കുപ്പക്കൂനയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയവർ. ആ കുഞ്ഞിനെയും കൊണ്ട് അവർ റഷ് ചെയ്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് അധികം നാൾ ജീവിക്കുന്ന മട്ടില്ല, ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്, മരിച്ചു പോകും. അവർ വീണ്ടും മദർ തെരേസയുടെ ഹോമിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, രോഗനിർണയം നടത്തി, ഇതാണ് രോഗം, പക്ഷെ അതിന് തക്കതായ ഒരു മരുന്ന് നമുക്ക് അവൈലബിൾ അല്ല. അവൈലബിൾ ആണ്, അമേരിക്കയിൽ അവൈലബിൾ ആണ്. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, ഈ ആരുടെ കുഞ്ഞാണ്? ഓർഫൻ, ആരുമല്ലാത്ത, ഒന്നുമല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത ഒരു മാംസം പിണ്ടത്തെ ഇവിടെ കൊണ്ടുവന്ന് അത് ചത്തുപോയാൽ ആര് കെയർ ചെയ്യാൻ? എങ്കിലും ഈ സഹോദരങ്ങൾ അമ്മയെ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ മനോരമയിൽ വായിച്ചില്ലേ? അമ്മ അന്നേരം തന്നെ ആ മരുന്ന് അന്വേഷിച്ചു കണ്ടെത്തി. തൻ്റെ അമേരിക്കൻ പര്യടനം അവിടെ അവസാനിപ്പിച്ച് മടങ്ങി ഇന്ത്യയിലേക്ക്. അവര് ബോംബെയിൽ വിമാനമിറങ്ങിയപ്പോൾ കൽക്കട്ടയിലേക്കുള്ള അന്നത്തെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒറ്റ ഫ്ലൈറ്റേ ഉള്ളൂ. അത് റൺവേയിൽ സിഗ്നൽ സ്വീകരിച്ച് നീങ്ങിക്കഴിഞ്ഞു. അമ്മ അവരോട് പറഞ്ഞു, എനിക്ക് ഈ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അമ്മയുടെ മുഖം രൗദ്രഭാവമായി. ബോംബെയിലെ എയർപോർട്ടിലുള്ള എല്ലാ ആളുകളും മാലാഖമാരെ പോലെ കാണുന്ന അമ്മയോട് ചോദിച്ചു, അമ്മ ഒരിക്കലും ഇങ്ങനെ മുഖം രൗദ്രമായി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ അമ്മയുടെ മുഖം എന്താണിങ്ങനെ? അമ്മ പറഞ്ഞു, ഞാൻ വന്നത് ഈ മരുന്നുമായിട്ടാണ്. ആ മരുന്ന് കിട്ടാതെ ആ കുഞ്ഞ് മരിച്ചാൽ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യൻ എയർലൈൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഇതൊക്കെ മനോരമയിൽ എഴുതിയേക്കുന്ന കാര്യമാണ്, ആദ്യമായി ടേക്ക് ഓഫിന് സിഗ്നൽ കൊടുത്ത എയർക്രാഫ്റ്റ് തിരിച്ചു വിളിച്ചു. അമ്മ അതിൽ യാത്ര ചെയ്തു. ഞാൻ ഒരിടത്ത് ഇത് പറഞ്ഞപ്പോൾ വിയോജന സഖ്യക്കാരൻ്റെ അടുത്ത ചോദ്യം, തിരുമേനി ആ മരുന്ന് എത്ര മണിക്ക് കൊടുത്തു? സൗഖ്യമായി? ഇങ്ങനെയുള്ള ഒരൊറ്റ മണ്ടത്തരം ചോദിച്ചേക്കരുത്. തയ്യാറാണോ? എന്റെ പര്യടനം അവസാനിപ്പിച്ച്, എന്റെ മീറ്റിംഗ് അവസാനിപ്പിച്ച്, അഡ്രസ് ഇല്ലാത്ത, ഊരില്ലാത്ത മാംസപിണ്ഡത്തെ രക്ഷിക്കാനായിട്ടുള്ള യാത്രയുടെ മലയാള പദമാണ് കുർബാന. ജീവിതം കുർബാനയാകാനാണ്. ലൈഫ് ഈസ് ഫോർ വാട്ട്? ലൈഫ് ഈസ് ടു ബിക്കം അനദർ ക്രൈസ്റ്റ്. ലൈഫ് ഈസ് ടു ബിക്കം അനദർ യൂക്കറിസ്റ്റ്.
ഇത് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുർബാന സ്വീകരിച്ച് വ്യക്തിപരമായ പാപങ്ങൾ മോചിച്ച് എൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കി ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കുകയും വരും ലോകത്തിൽ ഇഷ്ടം പോലെ ജീവിക്കാനാണെങ്കിൽ തെറ്റാണ്. എൻ്റെ കൂടെ താമസിക്കുന്നതിൽ ഒരാൾ ഓർഫൻ കുട്ടിയാണ്, പുനലൂർ ബോയ്സ് ഹോമിലെയാണ്. അവരൊക്കെ ആവശ്യത്തിലധികം ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെയധികം നമ്മളെ പലപ്പോഴും പരിഹാസ്യമായി സംസാരിക്കും. അവർ മാത്രമല്ല, പലരും പരിഹാസ്യമായി പറയും, കൂടുതൽ പറയുന്നവനാണ്. അവൻ പറഞ്ഞു, ഞാൻ കുർബാനയൊന്നും കൊള്ളുകയല്ല. കുർബാന കൊള്ളുന്നവനാണ് ഇവിടെ, എന്നാലും ഒരിക്കൽ പറയും കുർബാന കൊള്ളു, അന്ന് ഞാൻ വല്ലപ്പോഴേ കൊള്ളു. ഞാൻ ചോദിച്ചാൽ എന്നാ മാർത്തോമാക്കാരൻ കുർബാന കൊള്ളുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെന്ന് അവൻ ഉദ്ദേശിക്കുന്ന ഈ ബോയ്സ് ഹോമിൻ്റെ ഒരു സ്പിരിറ്റിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ചെയ്ത പാപം തീർക്കാൻ, അടുത്ത ഒരാഴ്ച പാപം ചെയ്യാനുള്ള ലൈസൻസ് എടുക്കാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഒന്നും അറിയാതെ ഒരു വാക്ക് വരുന്നില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉച്ചരിച്ചാൽ അതിന് പുറകിൽ എവിടെയോ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലേ ഉള്ളൂ എന്ന് മാത്രമാകാം, അത് വ്യാപിച്ചെന്നും വരാം. അതുകൊണ്ട് നമ്മളൊക്കെ അതിനപ്പുറമാണ്. കഴിഞ്ഞ 30 കൊല്ലമായി വിശുദ്ധ കുർബാന ചൊല്ലുക എന്നുള്ള പദം തന്നെ വേദപുസ്തകം പറഞ്ഞു, ഡു ദീസ്. നമ്മളത് പറഞ്ഞ് ചൊല്ലുന്നതാക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ ശക്തീകരണം കുർബാനയുടെ ചൊലുത്തിനെ കുറിച്ചാണ്. ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഇവിടെ ഞങ്ങൾ ഇന്ന നോട്ടിലാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എനിക്ക് നോട്ടും കിട്ടുമെന്ന് അറിയാൻ പാടില്ല, എനിക്കൊരു ട്യൂണേ ഉള്ളൂ, അത് ചൊല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിശുദ്ധ കുർബാനയുടെ ഇമ്പമാണോ വിശുദ്ധ കുർബാനയുടെ ജീവിതമാണോ വിഷയം? മാർത്തോമാ സഭയുടെ അംഗങ്ങൾ വിശുദ്ധ കുർബാനയാകുന്നതിലാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഞങ്ങളുടെ അച്ഛൻ നല്ല ചൊല്ലാണ്, നല്ല നീട്ടിച്ചൊല്ല് എന്ന്, അതെല്ലാം നല്ലതാണ്, വളരെ ഭക്തി പുരസ്സരം, ഏറ്റവും ഹൃദ്യമായി ഇതൊക്കെ ചെയ്യണം. അതിനെക്കുറിച്ചല്ല. ഇനി അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് വഴക്കിന് വരരുത്. അങ്ങനെ തിരുമേനി നല്ല ശബ്ദത്തിൽ ചൊല്ലുന്നാലേ, തിരുമേനിക്ക് അതില്ലാത്തതുകൊണ്ടല്ലേ, അസൂയ കൊണ്ടല്ലേ പറഞ്ഞ്, ഇങ്ങനെ എന്നോട് അസൂയ പിടിക്കേണ്ട കാര്യമില്ല. ഇത് സാധനം. അതുകൊണ്ട് ഇത് നമുക്ക് സാധിക്കും. ഈ ഒരു ദർശനത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് നീങ്ങുന്നതിനിടെയാണ്. അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് യൂക്കറിസ്റ്റ്, ബ്രേക്കിംഗ് ദ ബ്രെഡ് ഈസ് ക്രോസിംഗ് ദ ബൗണ്ടറീസ്. ഇറ്റ് ഈസ് ഓൾവേസ് മൂവിങ് ടു ദി അതർ. യേശു അപ്പം എടുത്ത് മുറിച്ചിട്ട് സ്വയം കഴിക്കുകയല്ല ചെയ്തത്. യേശു അപ്പം എടുത്ത് മുറിച്ചിട്ട് നീ കഴിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈ യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എ പെയിൻഫുൾ എക്സഡസ്. അത് സഹോദരനിലേക്ക് നിരന്തരമായി വേദനയോടുകൂടിയുള്ള പുറപ്പാടാണ്. അപ്പോൾ സഹോദരനിലേക്ക് നിരന്തരമായി ഞാൻ പുറപ്പെടുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനിൽ നിറഞ്ഞു നിൽക്കും. നിൽക്കുമ്പോൾ ആ സഹോദരൻ അന്യനല്ല, എൻ്റെ തന്നെ ഭാഗമായിട്ട് തീരുന്നു. ഇമ്മാനുവേൽ ലെവിനാസ് ശക്തിയായി ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. വി ആർ ഇന്റർസബ്ജക്റ്റീവ് ബീയിങ്സ്. നമ്മൾ സഹോദരങ്ങളാണ്. നമ്മൾ ഇന്നലെ അച്ഛൻ ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചു, യാക്കോവും ഏശാവും. യാക്കോവ് പറയുകയാണ്, ഏശാവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഐ ഹാവ് സീൻ യുവർ ഫേസ് ആസ് ദോ ദ ഫേസ് ഓഫ് ഗോഡ്. നിന്റെ മുഖം എനിക്ക് ദൈവത്തിന്റെ മുഖമാണ്. സ്നേഹിതരെ, ഇതിന് വലിയ അർത്ഥ തലങ്ങളുണ്ട്. എൻ്റെ സഹോദരിയുടെ മുഖം ദൈവത്തിൻ്റെ മുഖമോ എൻ്റെ സഹോദരിയുടെ മുഖമോ അല്ലാതെ മറ്റൊരു മുഖമായി കാണുമ്പോൾ അതിനെ ഞാൻ ഒരു ഓബ്ജക്റ്റായി കാണുകയും ആ ഓബ്ജക്റ്റിനെ ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന ഈസ് ആൻ ഓബ്ജക്റ്റ്, അത് ഉപയോഗിക്കാനാണ്, എഴുതാനാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി മറ്റൊന്നായി ഞാൻ കാണുമ്പോൾ ഇനി ആ ഓബ്ജക്റ്റിനെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. The moment we realize that the other is not another, the other is the extension of my own being, then I will get the conscience that she is my sister. അപ്പോൾ ഇനി എനിക്ക് ഉപയോഗിക്കുകയല്ല, രക്ഷിക്കുക മാത്രമേ വഴിയുള്ളൂ. സ്നേഹിതരെ, ഇത് മാത്രമേ രക്ഷയ്ക്ക് വഴിയുള്ളൂ. ഇത് നമ്മൾ അറിയാതെ ചുമ്മാതെ ജീസസ് ഈസ് ഗുഡ്, ജീസസ് ഈസ് വണ്ടർഫുൾ എന്നും പറഞ്ഞ ഒക്കുകയല്ല. ഇതിനുള്ള എനർജി സംഭരിക്കുകയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും എൻ്റെ സഹോദരനും, തിരുവേനിയുടെ ഭാഷ ഉപയോഗിച്ചാൽ ഈ വായുമണ്ഡലത്തിലൂടെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഇതെത്ര ഔന്നത്യമുള്ള വിഷയമാണ്. അതോടൊപ്പം തന്നെ ഇത് അപകടമുള്ള വിഷയമാണ്. ജോണസ് മെസ് എന്ന് പറയുന്ന വിമോചന ദൈവശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുണ്ട് യൂക്കറിസ്റ്റിനെ കുറിച്ച്, ദ മോസ്റ്റ് ഡേഞ്ചറസ് മെമ്മറി, അപകടകരമായ ഓർമ്മയാണ്. എന്നാൽ ഇത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഇത് എന്നെ തന്നെ
എൻ്റെ സഹോദരന് നൽകുന്നു എന്ന് മാത്രമല്ല, അന്യൻ അവരൻ അന്യനല്ല, അവൻ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന് കാണുകയും ഇനിയും മുതൽ അവനെ ഉപയോഗിക്കാനുള്ളവനല്ല, അവനെ രക്ഷിക്കാനുള്ള സംരക്ഷകനായിട്ട് നമ്മൾ തീരുകയും ചെയ്യുകയാണ്. സംഹാര താണ്ഡവമാടുന്ന, മുറിവുകൾ ഉണ്ടാക്കുന്ന, വെട്ടിക്കീറുന്നതായി ഈ ലോകത്തിൽ ഈ മുറിവുകളെ കുത്തിക്കെട്ടുന്നതിനും ഈ മുറിവുകൾക്ക് എണ്ണ പകരുന്നതിനും ഈ മുറിവുകളെ ഉണക്കുന്നതിനുമുള്ള അപാരമായ ദൈവത്തിൻ്റെ മരുന്നാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ മരുന്ന് നമ്മൾ ഓരോ ആഴ്ചയും സ്വീകരിക്കുന്നത് സ്വയം രോഗമില്ലാതാകാനല്ല, ഈ രോഗം ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ജീവിച്ചതായ ആളുകൾ അങ്ങ് ദൂരെയെങ്ങും പോകണ്ട, നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ അയിരൂരിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളറ ഉള്ള സമയത്ത് അവിടുത്തെ കുരുടാമണിലെ 2 സഹോദരങ്ങൾ പറഞ്ഞു, അവർ സാമ്പത്തിക ശേഷിയുള്ളവരും അവിടുത്തെ പ്രധാന ആളുകളും ഒക്കെ ആകാം, ഒരുപാട് പാവങ്ങൾ ചത്തൊടുങ്ങുകയാണ്. ഈ ചേട്ടനും അനിയനും പറഞ്ഞിടാ, നമ്മൾ പള്ളിയിൽ പോകുന്നവരല്ലേ, നമ്മൾ കുർബാന കൊള്ളുന്നവരല്ലേ, നമുക്ക് കഞ്ഞി കുടിക്കാനുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഈ വീടിനകത്തിരുന്നാൽ നമുക്ക് ഈ വരുന്ന പാവങ്ങളും ജോലിക്ക് വരുന്നവരും അല്ലാത്ത നമ്മുടെ ചുറ്റുപാടുകളുള്ളവർ ചത്തു വീഴുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒക്കുമോടാ. ചേട്ടൻ അനിയനോട് പറഞ്ഞു. ചേട്ടനും അനിയനോട് ഇറങ്ങി അവരാൽ ആകുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്തു. കുറേ ആളുകൾ രക്ഷപ്പെട്ടു. വലിയ മരുന്നുള്ള സമയമല്ലല്ലോ. അവരാൽ ചെയ്യുന്ന പ്രാഥമിക കൃത്യങ്ങളെല്ലാം കഞ്ഞി കൊടുത്തു, സഹായം ചെയ്തു, കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. കുറേ ആളുകൾ രക്ഷപ്പെട്ടു, കുറേ ആളുകൾ മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 സഹോദരന്മാർക്കും ഈ രോഗം പിടിപെട്ടു, വസൂരി രോഗം. അപ്പോൾ ഈ രക്ഷപ്പെട്ട പാവങ്ങൾക്കെല്ലാം വലിയ വിഷമമായി. അയ്യോ, അവര് നമ്മളെ സഹായിക്കാൻ നടന്നുകൊണ്ടല്ലേ അവരിപ്പോൾ കോളറ വന്ന് മരിക്കാൻ പോകുന്നത്, വസൂരി വന്ന് മരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരു ദുഃഖം പ്രകടിപ്പിക്കാൻ ഒരു സിമ്പതിയോടുകൂടി അവിടെ ചെന്നപ്പോൾ ഇവരുടെ 2ൻ്റെയും ദേഹത്ത് ഇങ്ങനെ ഈ കോള പോലെ ഈ വസൂരിയുടെ പാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവിടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഈ ചേട്ടനും അനിയനും പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം? ചെറിയ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന വീരശൃംഖലയാണിത്. ഇതിനാണ് കുർബാന കൊള്ളുന്നത്. ഇതിന് മാത്രമാണെന്നുള്ള പദം ഞാൻ ചേർത്തില്ല. ഇനി അതുകൊണ്ട് വരും, അതിന് മാത്രമാണോ ഇത്, എങ്ങനെയോ അതൊന്നും ഇതാണ്. ഇത് നമ്മളോട് വെല്ലുവിളിക്കുന്ന വിഷയങ്ങളാണ്. ഇത് നമ്മളെ ഇതിന് നമുക്ക് ഈ ഒരു വലിയ ക്രോസിംഗ് ദ ബൗണ്ടറീസ്, നമ്മൾ വി ആർ മേക്കിംഗ് വാൾസ്. നമ്മൾ ആരെയും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല, ഈ മതിലിനുള്ളിലേക്ക് പോലും വലിയ ബലിഷ്ഠമായ ഗേറ്റുകൾ വെച്ചിട്ട് ബിവെയർ ഓഫ് ഡോഗ്. അപ്പോൾ പണ്ട് നമ്മളൊരു കഥ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയതിനകത്തൊരു ഭിക്ഷക്കാരൻ കയറി, പട്ടി ചാടി വീണ് കടിച്ചില്ല, അത് തള്ള അവിടുത്തെ അമ്മ ഇറങ്ങി വന്നു, നിന്റെ കണ്ണ് കാണത്തില്ലേ, ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ലേ, പിന്നെന്തിനാ കയറിയത്? അപ്പം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഇപ്പം മനസ്സിലായി, കുരയ്ക്കുന്ന ഒരു പട്ടിയേൽ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. കടിക്കുന്ന ലോകം, മുറിവേൽപ്പിക്കുന്ന ലോകത്തിൽ യുവജനങ്ങളെ നിങ്ങൾ വെറുതെ വന്നവരായി പോകരുത്. നമുക്കൊരു മുറിവുണക്കുന്ന മരുന്ന് കഴിച്ചു പോകാം, നമുക്ക് സൗഖ്യം. ഇനിയും ഇത് വീടിൻ്റെ വെളിയിലെ വാതിൽ മാത്രമല്ല, ഈ വീടിനുള്ളിൽ തന്നെ എത്ര വാതിലുകളാണ്. ഓരോരുത്തരും ഓരോ മുറിയിൽ കയറി ഓരോ ക്യൂബിക്കിളിൽ ഇരിക്കുകയാണ്. ചില പിള്ളേരുടെയൊക്കെ മുറി അവൻ ഒരിക്കലും തുറക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. അവൻ അതിനകത്ത് കയറി കമ്പ്യൂട്ടറിൽ ഇരിക്കുകയാണ്. അവന് അങ്ങനെയുള്ളവരെ ഗൗരവമായി എടുത്തോളമെന്നും അവന് കൗൺസിലിംഗ് ആവശ്യമാണെന്നുമാണ് ഈ കൗൺസിലിംഗ് സ്പെഷ്യലിസ്റ്റുകളായ അച്ഛന്മാർ പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇരുന്നത് ഇത് ദൈവത്തോടുള്ള ധ്യാനത്തിലായിരിക്കാം. ഞാൻ ഇന്നലെ നിങ്ങളോടൊന്ന് പറഞ്ഞു, കല്യാണം കഴിച്ച് പോയ വഴിക്ക് SMS അയച്ച പെൺകൊച്ചുങ്ങളുണ്ട്. വേറെ ഒരുത്തൻ ആ സാറ് തന്നെ അന്ന് തന്നെ എന്നോട് പറഞ്ഞതാണ്, ഇവന് കല്യാണം കഴിഞ്ഞ് വീട്ടിലാണ് വന്നു, ഒരു ദിവസം പോലും ഇവൻ 12 മണി കഴിഞ്ഞാൽ ഇവളോട് അവന് ഇന്റർനെറ്റിൽ ഇരിക്കുകയാണ്. അവൻ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത പ്രോണോഗ്രഫിയുടെ പടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളൊന്നും പൊള്യൂട്ടഡ് ആകരുത്. വിശുദ്ധ കുർബാന പൊള്യൂട്ടഡ് ആക്കാനല്ല, പോളിനേഷനാണ് സഹായിക്കുന്നത്. അത് രക്ഷിക്കാൻ സഹായിക്കാൻ ആണ് സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു യഥാർത്ഥമായ ജീവിതയാത്ര തുടരുന്നതിന് നമുക്കിടയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോകുന്നു, കണ്ടാലും സകലതും പുതുതായിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് യോജിക്കാനും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനും നമുക്കിടയാകുമ്പോൾ
നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം കിട്ടുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. സോ ഈ ഒരു പെർസെപ്ഷണൽ ഡിഫറൻസ് നമ്മളിൽ ഉണ്ടാകുന്നതിനും അർത്ഥപൂർണമായിട്ട് ജീവിക്കുന്നതിനും നമുക്ക് ഇടയാണ്. അതുകൊണ്ട് ജീവിതം എന്തിനാണെന്ന് ചോദിക്കുന്നതുകൊണ്ട് ചേർത്ത് ചോദിക്കേണ്ടുന്ന ചോദ്യം, ജീവിതം എന്തിനല്ല, അല്ലാത്തത് എന്താണെന്ന് കണ്ടെത്താനും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും യഥാർത്ഥ വഴിയിലൂടെ മുമ്പോട്ട് നീങ്ങുന്നതിനും ആണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 2-3 ദിവസങ്ങൾ ടോക്കുകളിലായിട്ട് 2-3 കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടു, വി ആർ ഓൾ വെരി സ്പെഷ്യൽ ആൻഡ് ഡിയർ ടു ഗോഡ്. വി ആർ ഓൾ ദ മാസ്റ്റർ പീസസ് ഓഫ് ഗോഡ്, വൺ ഓഫ് ഹിസ് കൈൻഡ്, വെരി യുണീക്ക്, വെരി സ്പെഷ്യൽ. അതിനോട് ചേർന്നാണ് നമ്മൾ പറഞ്ഞത്, ഗോഡ് നെവർ മേക്സ് മിസ്റ്റേക്സ്, നൺ ഓഫ് us ആർ ആക്സിഡൻറ്റ്സ്, വി ആർ ഡിസൈൻഡ്. We are designed for a very special purpose. Seek God's plan in and through our life. എന്നാൽ അതിനൊന്നും നമുക്ക് വിരോധമില്ല. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, അങ്ങനെ ജീവിക്കാതിരിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രേരക ശക്തികൾ, ലോകത്തിൻ്റെ ശക്തികൾ, കമ്പോളത്തിൻ്റെ സംസ്കാരം വളരെ വലുതാണ്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അങ്ങനെയുള്ള കമ്പോളത്തിൻ്റെ സംസ്കാരത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞത്, there is alternative. And what is the alternative? Eucharist is the alternative. കമ്പോളം നമ്മളെ വാങ്ങിക്കുന്ന ഒരു ലോകത്തിൽ യൂക്കറിസ്റ്റിലൂടെ നമ്മൾ നൽകുന്ന ഒരു ക്രമത്തിലേക്ക് നീങ്ങുക. ബ്ലഡ് ഷെഡിന്റെ ലോകത്തിൽ ബ്ലഡ് ബാങ്കായിട്ട് നമ്മൾ തീരുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ലാർവയിൽ നിന്ന് നമുക്ക് ബട്ടർഫ്ലൈ ആകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള നവ്യമായ ജീവിതം, ആ ജീവിതം ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിലുള്ള ജീവിതമാണ്, ക്രിസ്തുവിലൂടെയുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ ജീസസ് ഈസ് അവർ പാറ്റേൺ. വി ഡോണ്ട് ഹാവ് എനി അതർ മോഡൽ. ജീസസ് ഈസ് അവർ ഓൺലി മോഡൽ. ജീസസ് ഈസ് അവർ ഓൺലി മോഡൽ. സോ ജീസസ് ഈസ് അവർ പാറ്റേൺ. ജീസസ് ഈസ് അവർ പ്രൈസ്. ഹി ഹാസ് ഗിവൺ ഹിസ് ലൈഫ് ടു സേവ് മൈ ലൈഫ് ആൻഡ് യുവർ ലൈഫ്. സോ ഹി ഈസ് ദ പ്രൈസ് and he is the pattern. ക്രിസ്തുവേശുവിലുള്ള ഭാവം, the same attitude of Jesus. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ കണ്ടത് ഈ ഞാൻ എന്നുള്ള ഭാവം അവസാനിക്കുന്നു. ഈഗോ it simply means edging God out. That is ego. അങ്ങനെ ദൈവത്തെ നമ്മളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നിടത്ത് യേശു ക്രിസ്തു പറഞ്ഞു, I don't want to stay with you, but I want to stay in you. And when Jesus is inside of me, then he will take the control of my life. Permit God to permeate into our very being and ask God to control our life. And once Jesus is the captain, our life is safe, my dear friends. ജീവിത യാത്രയിൽ വലിയ പ്രതിസന്ധികൾ കോളിളക്കങ്ങൾ. ഇതിനോടകം തന്നെ എത്രയോ ആളുകൾ പറഞ്ഞു, തിരുമേനി ജീവിതം എത്രയോ പ്രതിസന്ധിയുണ്ട്, ആ പ്രയാസമുണ്ട്, ഈ പ്രയാസമുണ്ട്. But you should know that God knows. When God knows, then you are saved. And once we are in the hands of God, we are safe in the arms of God. മറ്റെവിടെയാണെങ്കിലും നമ്മൾ അപകടത്തിലാണ്. എനിക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുമായ ഒരു പാട്ടാണ് സമയമാൻ രഥത്തിൽ. ലൈഫ് ഇങ്ങനെ കുമള പോലെ പോവുകയാണ്. അവിടെ നമ്മൾ പാടുന്നുണ്ട്, രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. സ്നേഹിതരെ, മറന്നു പോകരുത്, എവിടെ ഉറങ്ങുന്നുവോ അവിടെയാണ് നമ്മൾ ഉണരുന്നത്. കള്ളിഷാപ്പിൽ ഉറങ്ങുന്നവൻ കള്ളിഷാപ്പിലെ ഉണരൂ. ബ്രോതലിൽ ഉറങ്ങുന്നവൻ ബ്രോതലിലെ ഉണരൂ. മിസ്യൂസായി ജീവിക്കുന്നവൻ മിസ്യൂസ്ഡായിട്ടേ ഉണരുകയുള്ളൂ. വളരെ നല്ല, ഞാനിരുന്ന ഒരു പള്ളിയിൽ നല്ല ആളാണ്, അവരെല്ലാം നല്ല ആളുകളാണ്. പക്ഷെ അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. ഒരു ദൈവ ഇഷ്ടക്കേട് എന്നുള്ള മട്ടിൽ ഒരു ദിവസം അതേ അവിടെ എങ്ങാണ്ടൊക്കെ പോയിച്ച് വന്നപ്പോഴാണ് ഒരു കടയിൽ കയറി അവിടെ ഇരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു.
നല്ല കുടുംബം, നല്ല ആളുകളാണ്. ആ ഭാര്യയുടെയും മക്കളുടെയും ദുഃഖം ഇന്നും അവസാനിച്ചിട്ടില്ല. അവർ കാണുമ്പോൾ കണ്ണ് നിറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം അവസാനമായി പോയി വന്നത് കള്ളിഷാപ്പിലായിരുന്നു. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, മേക്ക് ഷുവർ യു ആർ സ്ലീപ്പിംഗ് ഇൻ ദി ആംസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിൽ ഉറങ്ങുന്നവൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉണരും. A.T. സക്രിയ അച്ഛൻ നമ്മുടെ സീനിയർ അച്ഛനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഫാദർ ഈയിടെ മരിച്ചപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അമ്മ 34 വർഷം മുമ്പ് അച്ഛനിങ്ങനെ അച്ഛനാകാൻ കാത്തിരുന്ന ഒരാളാണ്. പക്ഷെ അത് കാണുന്നതിന് മുമ്പ് ആ അമ്മ മരിച്ചു. 34 വർഷം ഈ ഫാദറിനെ അച്ഛനും അച്ഛൻ്റെ സിസ്റ്റേഴ്സാണ് നോക്കി. അപ്പോൾ അച്ഛൻ ഫാദറിനെ നല്ലതായിട്ട് നോക്കി എന്നൊക്കെ ഞാനിങ്ങനെ ഒരു കോംപ്ലിമെൻ്റ് പോലെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, തിരുമേനി അതിനേക്കാൾ പ്രധാന കാര്യം, അപ്പച്ചൻ എന്നും എഴുന്നേൽക്കുന്ന പോലെ 4:30 മണിക്ക് എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു. പ്രാഥമിക കൃത്യങ്ങളെല്ലാം കഴിഞ്ഞു. വീണ്ടും വന്ന് കട്ടിലയിലിരുന്ന് പ്രാർത്ഥിച്ചു. കാലെടുത്ത് കട്ടിലയിൽ വെച്ചു, കണ്ണുകളെ അടച്ചു. അച്ഛനൊരു വേദപുസ്തക ഇൻട്രസ്റ്റുകാരനായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ അവസാന ഭാഗത്ത് യാക്കോബ് മക്കളെ എല്ലാവരെയും വിളിച്ച് അനുഗ്രഹിച്ചു. ഒടുവിൽ ജോസഫിനെയും മക്കളെയും വിളിച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് അവൾ വായിക്കുന്നത്, അവൻ കാൽ കട്ടിലിൽ എടുത്തു വെച്ച് തൻ്റെ പ്രാണനെ വിട്ട് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. ഒരു അച്ഛൻ, അദ്ദേഹം ഒരു പ്രസംഗകനാണ്. എത്രയോ കൺവെൻഷനിൽ പോയി പ്രസംഗിക്കുന്ന ആ അച്ഛൻ്റെ അപ്പനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ നോക്കുന്ന ഏറ്റവും വലിയ നന്മയുടെ വാക്കാണ്, എൻ്റെ അപ്പനും പ്രാർത്ഥനാപൂർവം കാൽ കട്ടിലിൽ വെക്കുമ്പോഴാണോ ഇനി അത് ആശുപത്രി കിടന്ന് മരിച്ചാൽ ഇങ്ങനെയൊന്നും ഓർക്കരുത് ദൈവം ഇത് കേട്ടോ. മനസ്സിലായി? കട്ടിലിൽ എടുത്തു വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. എവിടെ ഉറങ്ങുന്നു? വിശുദ്ധ കുർബാനയിൽ ഉറങ്ങുന്നവൻ വിശുദ്ധ കുർബാനയിൽ ഉണരും. സ്നേഹിതരെ, ഈ സൗദി അറേബ്യയിൽ നിന്നൊക്കെ വന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ കണ്ട, ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ ആ വാക്കുകളുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കും. വിശുദ്ധ കുർബാന രക്ഷയുടെ വഴിയാത്രയിൽ നമുക്കുള്ള ആഹാരമാണ്, പാതയമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങാൻ. He wants to stay each one of you. ദൈവമേ, നിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ഉള്ളിൽ ഉണരണമേ, ഞങ്ങളെ മറക്കാൻ പഠിപ്പിക്കണമേ. നീ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതവും പൂത്തുലയുകയാണ്. അങ്ങനെയുള്ള അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നതിനാണ് ഈ കോൺഫറൻസിലൂടെ സാധിക്കുന്നത്. എത്രയോ ലക്ഷം രൂപയാണ് ഇവിടെ മുടക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു കോൺഫറൻസായിട്ട് മാത്രം ഇത് തീരാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി മടങ്ങിപ്പോയാൽ നിങ്ങൾക്ക് വേണ്ടി സഭയുടെ പേരിൽ ഈ മുടക്കിയ കാശിനും പണത്തിനും ഭക്ഷണത്തിനും ഒക്കെ അർത്ഥമുണ്ട്. വെറും ഭക്ഷണത്തിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണമായി നമുക്ക് മാറാം. അനേകർക്ക് അനുഗ്രഹമാകാം. ഇതിനെ വലിയ ഭക്തി പ്രകടനങ്ങളൊന്നും ആവശ്യമില്ല. നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. ഈ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളുണ്ട്. സാരമില്ലടൂ, ഞാനുണ്ട് കൂടെ, നീ മുമ്പോട്ട് പോകൂ. ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതേ വായിൽ നിന്ന് നല്ലതേ വരാവൂ, നല്ലതേ പറയാവൂ. നന്മയിൽ വളരാനായിട്ട് സാധിക്കണം. അതിന് വലിയ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ആ കൊച്ചു കൊച്ചു ജീവിതത്തിലൂടെ വലിയ സന്ദേശങ്ങൾ പകരാനായിട്ട് സാധിക്കും. തിരുവനന്തപുരത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, തെക്കൻ തിരുവിതാംകൂറിലെ ചുമതലയുണ്ട് അദ്ദേഹം. അങ്ങനെ ഒരു തെക്കൻ തിരുവിതാംകൂറിലെ പള്ളിയിൽ ചെന്ന് മടങ്ങി വന്നപ്പോൾ ആ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നെ ഒന്ന് നോക്കിക്കേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിന്നെ നോക്കി, എന്നെ നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ കണ്ടാൽ ആരോഗ്യമുണ്ടെങ്കിലും എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ശക്തിയില്ല, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 500 രൂപ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നാൽ ഞാനൊരു പെട്ടിക്കട തുടങ്ങി അത് കൊണ്ട് ഞാനത് വീട്ടിൽ കൊള്ളാം. അച്ഛൻ പറഞ്ഞു, ഒരു പ്രയാസവും ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് രൂപ തരാം, അതിനുള്ള ക്രമീകരണം ചെയ്യും. അച്ഛൻ തിരിച്ചു വരുന്ന വഴിക്ക് ചെഷയർ ഹോമിൽ കയറി. അവിടെ അച്ഛൻ സ്ഥിരമായി കാണുന്ന തുളസീധരൻ എന്നുള്ള ഒരു ആറ്റിങ്ങൽകാരൻ, സൗദി അറേബ്യയിൽ ജോലിയായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ കഴുത്തിന് താഴെ തളർന്നു പോയി. അപ്പോൾ അവനൊരു അഭിമാനി ആയതുകൊണ്ട് വീട്ടിലാരെയും ബുദ്ധിമുട്ടിക്കേണ്ട, സഹോദരങ്ങളെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട, ചെഷയർ ഹോമിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു.
അപ്പോൾ അച്ഛനും അവിടെ ചെന്നിരുന്ന് ഞാനിപ്പോൾ ഇങ്ങനെ വരികയാണ്. വന്നപ്പോൾ ഈ മുരളി തുളസീധരനോട് പറഞ്ഞു, നിന്റെ നീ ഡിസേബിൾഡ് ആയിട്ട് കിടക്കുകയാണ്, തളർന്ന് കിടക്കുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവനും ജോലി ചെയ്യാനൊക്കത്തില്ല, ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാഷ്വലായിട്ട് ഈ സംഭവം പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം തുളസീധരൻ പറഞ്ഞു, അച്ഛൻ അവിടെ നിന്ന് നിൽക്കണം. അവന് ആ കട്ടിൽ നിന്ന് ഇറങ്ങി ക്രൗൾ ചെയ്ത് തൻ്റെ ഇരുമ്പ് പെട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അത് തുറന്നിട്ട് ഒരു ചെറിയ പൊതിയെടുത്ത് അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ഒരാളുണ്ടല്ലോ തെക്കൻ തിരുവിതാംകൂറിൽ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി ഞാൻ ഒരിക്കലും കാണുകയില്ല. ആ സഹോദരന് ഈ പണം കൊടുത്തേ. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ ₹1.65. അത് ഇവന് സോപ്പ് വാങ്ങിക്കാനോ ഇവന് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ മാസികകൾ വായിക്കാനൊക്കെ കൊടുക്കുന്നതെന്ന് സേവിച്ചതാണ്. അവൻ്റെ ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യം. നമുക്ക് അംബാനിയാകണ്ട സ്നേഹിതരെ, ഒക്കത്തില്ലായിരിക്കും. പക്ഷെ തുളസീധരനാകാം. ഈ കോൺഫറൻസ് ജീവിതം എന്തിന്? മറ്റൊരു ക്രിസ്തുവാകാൻ. അന്നേരം പറയുന്നത് യേശു ക്രിസ്തു അങ്ങനെ ഒരു കുക്കുവോ നമുക്ക് മറ്റൊരു തുളസീധരനാകാൻ എല്ലാവർക്കും ഒക്കും. ഈ കോൺഫറൻസ് അതിനെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വന്ന് ക്രിസ്തുവിനോട് ചേരുന്നത് നന്നായി എന്ന് നമുക്ക് തോന്നണം, സമൂഹത്തിന് തോന്നണം. നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഇടവയ്ക്ക് തോന്നണം, സഭയ്ക്ക് തോന്നണം, ലോകത്തിന് അനുഗ്രഹമാകാം. നടത്തലകളെ ഉണക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ രാവിലെ സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവകൃപയുടെ വചനങ്ങളെ പെയ്തിറക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധദാസനെ എടുത്തുപയോഗിച്ചതുകൊണ്ട് സ്തോത്രം. വിശുദ്ധ കുർബാന എന്തിനാണ്? ജീവിതം തന്നെ ഒരു കുർബാനയായി തീരുവാൻ, മുറിക്കപ്പെടുന്ന അപ്പമായി തീരുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ രാവിലെ സമയത്ത് ശക്തമായ പ്രവാചകതുല്യമായ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട തീത്തോസ് തിരുമേനി അതിനു വേണ്ടി ഒരുക്കിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനിലൂടെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ശക്തമായ ദൂതുകൾക്കായി സ്തോത്രം. ഹൃദ്യമായും ഹൃദയസ്പർശിയായും വചനം ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട തിരുമേനിയെ പരിശുദ്ധാത്മാവിടത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിമാർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉത്തരാപോലിത്ത തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ബർന്നബാസ് തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. ഇതിൻ്റെ സംഘാടകരെ ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാറ്റിലും സകലമാനവും മഹത്വവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും വീണ്ടും വരാമെന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞവനുമായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെ ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ.